മോഹം കൊണ്ട് പാട്ടെഴുതി നന്ദി ചൊല്ലി കടന്നുപോയൊരു പാട്ടെഴുത്തുകാരൻ. മലയാളിക്ക് ഗൃഹാതുരതയുടെ സംഗീതമായി മാറിയ നിരവധി ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചത് ഒരു കോന്നിയൂർക്കാരനായിരുന്നു. നല്ല പാട്ടുകളുടെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടും മലയാളിയുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയൊരാൾ. മറന്നതല്ല, ഓർക്കാതെ പോയതുമല്ല, കാലം അദ്ദേഹത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തി. കോന്നിയൂർ ഭാസ്. കണ്ണുകളിൽ പൂവിരിയും കവിത പോലെ നിന്നും എൻ്റെ പൊൻകിനാവേ നീ മണിത്തമ്പുരുമീട്ടി. നാഗലോകലീലകളിൽ ഞാനും നീയുമൊന്നായി. യാമിനി നീ പൗർണമി ഞാൻ, യാമിനി നീ പൗർണമി ഞാൻ. ശേഷം കാഴ്ചയിലെ മോഹം കൊണ്ട് ഞാൻ, കണ്ണുകളിൽ പൂവിരിയും കാര്യനിസ്സാരത്തിലെ കൺമണി പൊന്മണിയെ, അഹത്തിലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, കളിപ്പാട്ടത്തിലെ മൊഴിയഴകും മിഴിയഴകും എന്നിങ്ങനെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ രചിച്ചിട്ടും കോന്നിയൂർ ഭാസിനെ കാലം മറന്നു. നല്ല പാട്ടെഴുതിയ പാട്ടെഴുത്തുകാരനെ ഓർക്കാതെ പോയപ്പോഴും പരിഭവങ്ങളുടെ കെട്ടഴിച്ചില്ല. നന്ദി എല്ലാവരോടും ചൊല്ലി അവസരങ്ങൾക്ക് കാത്തിരിക്കാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. കോന്നിയുടെ ചരിത്രത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഈ പാട്ടെഴുത്തുകാരനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കോന്നിയൂർ ഭാസിനെ. വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയതാണ് ഭാസിന് പാട്ടെഴുത്തിന് വഴിയൊരുക്കുന്നത്. യൗവനകാലത്ത് ആകാശവാണിയിൽ 500-ലധികം നാടകഗാനങ്ങളും എഴുതി. ഇതിനിടയിൽ ജീവിതമാർഗം തേടി മാധ്യമപ്രവർത്തകനായി. കുങ്കുമം ഗ്രൂപ്പിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ റിപ്പോർട്ടറായും പ്രൂഫ് റീഡറായും പ്രവർത്തിച്ചു. ഇക്കാലയളവിൽ ബാലചന്ദ്രമേനോനുമായിട്ടുള്ള സൗഹൃദമാണ് സിനിമയിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. തുടർന്ന് ബാലചന്ദ്രമേനോൻ, വേണുനാഗവള്ളി, രാജീവ് നാഥ് എന്നിവർക്കൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. ആയിരത്തി 1975 പുറത്തിറങ്ങിയ ചന്ദനച്ചോല എന്ന ചിത്രത്തിൽ KJ ജോയിയുടെ സംഗീതത്തിൽ ലവ്ലി ഈവനിങ് എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയായിരുന്നു കോന്നിയൂർ ഭാസിന്റെ തുടക്കം. തുടർന്ന് G ദേവരാജൻ, AT ഉമ്മർ, MK അർജുനൻ എന്നിവർക്കൊപ്പവും പാട്ടുകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടി പോയി. നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടി പോയി. കോന്നിയൂർ ഭാസിന്റെ ആദ്യ ഹിറ്റ് ഗാനം ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് ജോൺസൺ ആയിരുന്നു. ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റായതോടെ കോന്നിയൂർ ഭാസും ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനു മുൻപ് ചില ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യ സൂപ്പർ ഹിറ്റ് ബാലചന്ദ്രമേനോൻ ചിത്രത്തിലെ ഈ ഗാനം തന്നെയായിരുന്നു. ജാനകിയും P ജയചന്ദ്രനും ആലപിച്ച ഈ ഗാനം മലയാളത്തിന്റെ നിത്യവസന്തമായി മാറിയതിൽ അത്ഭുതമില്ല. കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ ആരോ തളിരോ ആരാരോ കന്നി കനിയെ കണ്ണിൻ കുളിരേ മുത്തേ നിന്നെ താരാട്ടാം മലരേ മധുര തേനൂട്ടാം. കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ ആരോ തളിരോ ആരാരോ. ഓമനത്ത് നിറഞ്ഞ വരികൾ കൊണ്ട് സമ്പുഷ്ടമായ ഗാനം 1980 മുതൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ ചിത്രമായ കാര്യം നിസ്സാരത്തിൽ കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. വാത്സല്യത്തിന്റെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന ഈ ഗാനം ഏവർക്കും പ്രിയപ്പെട്ടതാണ്. ഭാസിന്റെ ഗാനങ്ങളിൽ സാധാരണ കാണുന്ന സംസ്കൃത പദങ്ങളുടെ സ്വാധീനം ഇതിൽ ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം. പാട്ടുകൾ ഹിറ്റാവുമ്പോഴും ജീവിതം അദ്ദേഹത്തിന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നിരവധി രചിച്ചിട്ടും പിന്നീട്
പ്രതീക്ഷിച്ച അവസരങ്ങൾ ഭാസിനെ തേടിയെത്തിയില്ല. ദർശൻ രാമനൊപ്പം സൂര്യനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി പാട്ടെഴുതിയെങ്കിലും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചില്ല. 1991 കിഴക്കൊണരും പക്ഷിയിലെ അരുണ കിരണമണിയും ഉദയം എന്ന പാട്ടെഴുതി. അവസരങ്ങൾ കാത്തിരുന്ന ഭാസിന് വലിയ ആശ്വാസമായിരുന്നു ഈ ചിത്രത്തിൽ ഒരു പാട്ടെങ്കിലും എഴുതാൻ കഴിഞ്ഞത്. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കൊന്നും പാതിമെയ്യായ പിതാവിനോ പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. കോന്നിയൂർ ഭാസ് എന്ന പാട്ടെഴുത്തുകാരനെ അടയാളപ്പെടുത്തിയ മറ്റൊരു ഗാനം. അഹത്തിലെ രവീന്ദ്ര സംഗീതത്തിൽ പിറന്ന ഈ ഗാനം യേശുദാസിന്റെ ശബ്ദ സൗന്ദര്യത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടി. കവിത പോലെ സൗന്ദര്യം നുളുമുന്ന ഈ ഗാനം ഇന്നും മലയാളിയുടെ ഹിറ്റ് ചാർട്ടിലുണ്ട്. ഇന്ന് പലർക്കും അറിയില്ല കോന്നിയൂർ ഭാസാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നതെന്ന്. മലയാളത്തിലെ ചില പ്രശസ്തരായ ഗാനരചയിതാക്കളാണ് ഇതിന് പിന്നിലെന്നാണ് മലയാളി ധരിച്ചിരിക്കുന്നത്. മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമാ എൻ മനസ്സിൻ നീണമാ. കളിപ്പാട്ടത്തിൽ രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പിറന്ന ഈ ഗാനവും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കാത്തത് അദ്ദേഹത്തെ നിരാശനാക്കി. പാട്ടെഴുത്തിലെ തന്റെ നല്ല കാലം സ്വപ്നം കണ്ടു. എന്നാൽ അസുഖങ്ങൾ അപശ്രുതി മീട്ടിയതോടെ ആ പ്രതീക്ഷയും നഷ്ടമായി. അതിവേഗത്തിൽ അവിചാരിതമായി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. എല്ലാവരോടും നന്ദി ചൊല്ലിക്കൊണ്ട് എഴുതിയ പാട്ടുകളുടെ എണ്ണത്തേക്കാൾ എഴുതിയതത്രയും ഏറ്റവും മികച്ചത്. അതിൽ പലതും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങൾ. എന്നിട്ടും കാലവും നമ്മളും മറന്ന കോന്നിയൂർ ഭാസ്. ആദരവോടെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം പാട്ടിന്റെ ആ നല്ലെഴുത്തുകാരനെ, കോന്നിയൂർ ഭാസിനെ. Mm-hmm.